ഷാനു എങ്ങനെയാണ് വണ്ടിയുടെ ടേണിങ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ടേൺ ചെയ്യേണ്ടത് 10 to 10 വെച്ചിട്ട്? ഓക്കെ, 10 to 10 എങ്ങനെ വരുന്നത്? വെരി ഗുഡ്. 10 to 10 നമ്മളപ്പോൾ ടേൺ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? സിസർ മെത്തഡ് അഥവാ നമ്മുടെ ഹാൻഡ് ഓവർ ടു ഹാൻഡ് ഓവർ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സലൻറ്റ്. ഇനി അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് വണ്ടി ടേൺ ചെയ്യൽ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പൊതുവേ നിങ്ങൾ എങ്ങനെ വന്നപ്പോൾ എങ്ങനെ ചെയ്യാൻ തരുന്നത്? സ്റ്റാറിങ് സ്ട്രൈറ്റ് ആക്കിയതിന് ശേഷം എങ്ങനെ ഇങ്ങനെയല്ലേ? ഇത്ര സ്ലോവിലൊക്കെ ടേൺ ചെയ്ത് ഒന്നുകൂടെ കാണിച്ചേ. ഇത്ര സ്ലോവിലൊക്കെ ടേൺ ചെയ്ത് ഓക്കെ. ഇനി നോർമലി നിങ്ങൾ എങ്ങനെ ടേൺ ചെയ്ത് കാണിച്ചേ? ഇത്ര ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ചേ. ഓക്കെ, നോർമലി ഇപ്പോൾ ഈ വന്നപ്പോൾ എങ്ങനെ ടേൺ ചെയ്യാൻ വിചാരിച്ചിരുന്നത്? ഇങ്ങനെ ടേൺ ചെയ്ത് വരുമ്പോക്കിന് സമയം ഒരുപാടാവും. അത് മാത്രമല്ല ബാക്കിലെ വണ്ടികൾ ഓണടിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ ടേൺ ചെയ്യേണ്ട രീതി ഹാൻഡ് ഓവർ ടു ഹാൻഡ് ഓവർ. ഒന്നും കൂടി കാണിച്ച് ഹാൻഡ് ഓവർ ടു ഹാൻഡ് ഓവർ. ഈ ഒരു മെത്തേഡ് എല്ലാവരും ശീലിക്കണം, ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും അല്ലാതെ കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ഇനി ആ സ്റ്റാറിങ് എങ്ങനെയാണ് ലെവലാക്കുന്നത്? ഒരു തവണ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതെ ഒന്ന് മുട്ടിച്ച് സ്റ്റാറിങ് ഒന്ന് മുട്ടിച്ച്. വെരി ഗുഡ്. ഇനി എങ്ങനെയാണ് അത് റെഡിയാക്കുന്നത്? 1 2 എക്സലൻറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ മോർ അപ്ഡേഷന് നിങ്ങൾ സ്റ്റേ ട്യൂൺ വിത്ത് പ്രോ ഡേവ്.